ജെഡിഎസ് സിറ്റിംഗ് എംപിയും എൻഡിഎ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയരുന്നത് രാജ്യം കണ്ട ഏറ്റവും ഗുരുതരമായ ലൈംഗിക പീഡന പരാതികളുടെ വലിയ അധ്യായമാണ്. 3000-ഓളം അശ്ലീല വീഡിയോകളുടെ ഇരകളാക്കപ്പെട്ടത് സമൂഹത്തിന്റെ വിവിധ തട്ടിലുള്ള ഏതാണ്ട് 200-ഓളം സ്ത്രീകളാണ്. സന്ദേശ് കലി വിവാദം ആളിക്കത്തിച്ച ബിജെപി കേന്ദ്ര നേതൃത്വം ബ്രിജ്ഭൂഷൺ സിംഗിന് പിന്നാലെ പ്രജ്വലിനെതിരായ പീഡന പരാതികളിലും നിശബ്ദരാണ്. പ്രജ്വൽ രേവണ്ണ എന്ന എൻഡിഎ സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന വ്യാപക ലൈംഗിക ആരോപണങ്ങളെ മൗനം കൊണ്ട് നേരിടുന്ന പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. പ്രജ്വൽ രേവണ്ണ എന്ന സ്ത്രീലമ്പടനായ രാക്ഷസൻ രാജ്യം വിട്ടുപോയിട്ടും അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ത്രീകളുടെ കെട്ടുതാലിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഒരു യോഗ്യതയുമില്ലെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. മറ്റൊരു സന്ദേശ് കലി എന്ന് തന്നെ വിളിക്കാവുന്ന ഇത്രയും ഗുരുതരമായ ആരോപണം എന്തുകൊണ്ട് മാധ്യമങ്ങൾ നേരത്തെ വാർത്തയാക്കിയില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഈ ദൃശ്യങ്ങൾ ഉണ്ടെന്ന സൂചന പുറത്തു വന്നപ്പോൾ തന്നെ പ്രജ്വൽ ഇതിനെതിരായ കോടതിയെ സമീപിച്ച് നിരോധന ഉത്തരവ് നേടിയെടുത്തു. ഇപ്പോൾ ഈ പീഡന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തു വരികയും ഒരു പീഡന പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് മാധ്യമങ്ങൾക്ക് വീണ്ടും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു തുടങ്ങാനായത്. ജെഡിഎസ് ബിജെപി സഖ്യത്തിന്റെ ഡീൽ ഉറപ്പിച്ച കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ജെഡിഎസ് ശക്തി കേന്ദ്രമായ ഹോളി നരസിപ്പൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ദേവരാജ ഗൌഡ പ്രജ്വലിനെതിരായ പീഡന പരാതികളെ കുറിച്ച് സംസ്ഥാന നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പ്രജ്വൽ പല സ്ത്രീകളെയും ലൈംഗികമായി ഉപയോഗിക്കുന്ന 2976 അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് താൻ കണ്ടിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ദേവരാജ ഗൌഡ നടത്തിയത്. ഹാസനിലെ രേവണ്ണയുടെ വീട്ടിലെ ജീവനക്കാരികൾ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വരെ പലരുടെയും സമ്മതമില്ലാതെ പകർത്തിയ വീഡിയോസ് ആണിതെന്നും ദേവരാജ ഗൌഡ പറയുന്നു. 200-ഓളം സ്ത്രീകൾ ഇരകൾ ആക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ബിജെപി പ്രാദേശിക നേതൃത്വവും കോൺഗ്രസും ആരോപിക്കുന്നത്. പ്രജ്വലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ബിജെപിയുടെ പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നതാണ്. ആഭ്യന്തര സർവേകളിലടക്കം പ്രജ്വൽ സ്ഥാനാർത്ഥിയായാൽ വിജയസാധ്യത കുറവെന്ന റിപ്പോർട്ടാണ് വന്നത്. എന്നിട്ടും ദേവഗൌഡയുടെ നിർബന്ധപ്രകാരമാണ് പ്രജ്വലിന് വീണ്ടും സീറ്റ് നൽകിയത്. ഇത് സ്ഥിരീകരിച്ച കുമാരസ്വാമി തന്നെ രംഗത്തെത്തിയപ്പോഴും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന നിർവികാരമായ പ്രസ്താവന നടത്തിയതും ഗൌഡ കുടുംബത്തിലെ ഭിന്നതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഷാജഹാൻ ഷെയ്ഖിനും കൂട്ടാളികൾക്കുമെതിരെ തെരുവിലിറങ്ങിയ സന്ദേശഹള്ളിയിലെ സ്ത്രീകളെ പിന്തുണച്ച ബിജെപിയുടെ കേന്ദ്ര നേതൃത്വമോ വനിതാ നേതാക്കളോ പ്രജ്വൽ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇതാണ് പ്രധാനമന്ത്രി താങ്കളുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പരിഹാസവുമായി കോൺഗ്രസും രംഗത്തെത്തുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പുലർച്ചെ 2:10 ഫ്ലൈറ്റിന് തന്നെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് വിമാനം കയറി രക്ഷപ്പെട്ടത് അറസ്റ്റ് അടക്കം മുന്നിൽ കണ്ടാണ്. ഗുരുതരമായ ക്രിമിനൽ കേസിലെ പ്രതിയായ പ്രജ്വലിനെ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കാൻ ജെഡിഎസ് ശ്രമിക്കുമെങ്കിലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക ബിജെപിയിൽ ശക്തമാണ്.